29 ഇവിടെ 29 സിറ്റിയിൽ ഹൈവേയിൽ 31. അത് കുറവാ. അലബാമയിൽ ഉണ്ടാക്കിയതാ. അലബാമയിൽ ഉണ്ടാക്കിയതാ. 31,000. യൂബറുകാർ മുഴുവൻ ഓടിക്കുന്നതുണ്ടോ? 46 ഹൈവേയിൽ. പിന്നെ 42,000. ഇതൊക്കെ ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാം. ക്രോസാ. പക്ഷെ ക്രോസിന്റെ ഹൈബ്രിഡ് ചിലപ്പോ കണ്ടേക്കാം. കൊറോളക്ക് കുറച്ചും കൂടെ പൊക്കമുണ്ട്. ക്രോസിന്റെ ഒക്കെ അടുത്ത് പോരും പൊക്കം. നോക്കിക്കേ. തുറന്നാലേ കിടക്കണേ. സീറ്റ് വെള്ള ഇഷ്ടമാണോ? സീറ്റ് സി ടൈപ്പ് ചാർജിങ്. സി ടൈപ്പ് ആയതുകൊണ്ട് നമ്മള് മറ്റേ തരത്തിലുള്ള കേബിളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതേപോലത്തെ വാങ്ങിക്കേണ്ടി വരും. ഇപ്പൊ എന്റെ കാറിലാണെങ്കിലും എല്ലാം ഇതേപോലത്തെ ആയതുകൊണ്ടേ എന്റെ മറ്റേ തരത്തിലുള്ളതല്ലേ, സ്ക്വയർ പോലത്തെ. രണ്ടും വന്നൂല്ലേ അപ്പുറത്ത്. ചെറുതാ. പക്ഷെ എന്റെ പഴയ കേബിളൊക്കെ മറ്റേ തരത്തിലാ. വേറെ വാങ്ങിക്കേണ്ടി വരും. സേഫ്റ്റി പോലെ ഇത് ഗ്ലാസ് ആണല്ലേ? മറ്റേ സൺറൂഫ് അതേപോലത്തെ അല്ലേ? സെയിം തന്നെ അല്ലേ? എങ്ങനെ? എന്റെ കൊറോള പോലെ തന്നെ അല്ലേ? ഏകദേശം അതായിട്ട് വരും. പക്ഷെ പെട്രോള് ഹൈബ്രിഡ് എനിക്ക് അത്ര അതിനോടൊന്നും, കാരണം അത് ടെക്നിക്കലി എന്തെങ്കിലും കുഴപ്പം വരണമെങ്കിൽ അത് പേടിയാണോ? അല്ല, അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഹൈബ്രിഡ് മോശമാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചല്ലോ. മറ്റേ കാർ വാങ്ങിച്ചപ്പോൾ ഹൈബ്രിഡ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാനതിനെ പറ്റി ആലോചിച്ചു പോലില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് പെട്രോൾ ചിലവായിട്ട് എന്റെ ടോട്ടൽ പ്രൈസ് 31. അതില് നമുക്ക് 3000 കുറച്ച് തന്നാ ഈ 31 ടൊയോട്ട കുറയൂല. ടൊയോട്ട 3000 കുറയ്ക്കാനൊന്നും അവർക്ക് ഞാൻ ഓടിക്കോളാൻ പറയാം. അതില്ലെന്നേ. അത് ടൊയോട്ടയ്ക്ക് ഡിമാൻഡ് ഉണ്ട്, കിയയ്ക്ക് അത്ര ഡിമാൻഡ് ഇല്ല. പല കാറുകളും ഇപ്പൊ ആകെ 2 ക്യാമറ ഉള്ളൂ എന്ന് ഓർക്കണം. പിന്നെ ഇത് ഒരെണ്ണം ഉള്ളു ഇവിടെ. വേറെ എവിടെയാ ഉള്ളത്? ഇത് ക്രോസ്. അപ്പൊ പിന്നെ ഇല്ല, കിട്ടാനില്ല. അപ്പൊ കിടക്കുന്നത് അതൊക്കെയാ. 1 2 3 4 പ്രിയസ് കിടപ്പുണ്ട്. ക്യാമറ അത് ഒരെണ്ണം. ഓക്കെ, 3 എണ്ണല്ലേ കണ്ടുള്ളൂ. അപ്പുറത്തുണ്ടോ? അത് യൂസ്ഡായിരിക്കാം. യൂസ്ഡ്. ഇതൊക്കെ പുതിയതല്ലേ? ഇതൊക്കെ ജപ്പാനില് മിസിസിപ്പിയിലൊക്കെ ഉണ്ടാക്കിയതാ. ബ്ലൂ സ്പ്രിങ്സ്. ജപ്പാനിൽ 25. ഇതൊക്കെ തുറന്നാണല്ലോ അടുപ്പ്. ഇത് കൊറോള. ഇത് എസ് സി ആണോ? വില അപ്പുറത്താ. നോക്കി. ഇല്ലേ? അതിന്റെ അത്ര വരത്തില്ലല്ലോ വില. ഇത് അതിന്റെ അത്രയും പറ്റില്ല. വില വരത്തില്ല. അതിന്റെ വില 26. ബ്ലാക്ക് എക്സ്ചേഞ്ചാണോ ഇഷ്ടം? അകത്ത് ഇതല്ലേ? വൈറ്റ് അല്ലേ? വൈറ്റാ. നിറം വ്യത്യാസമല്ലേ? എന്നാലും എയർ വെന്റ് ഇല്ല. ഇതുണ്ട് സെൻട്രൽ. സെൻട്രലില് ആംറസ്റ്റ് ഉണ്ട്. ഇല്ല കണ്ടില്ല. അവിടെ നോക്കി. എല്ലാം സി ടൈപ്പാ വന്നേക്കണേ പ്ലഗ്. അപ്പൊ എന്തെങ്കിലും iPhone 60 അല്ല അത് തന്നെ. പക്ഷെ മനസ്സിലായി. പക്ഷെ ഒരു വശം കുത്തണ്ടേ, മറ്റേ വശം. എന്റെ ഇത് നോക്കി. എന്റെ ഇതേ ടൈപ്പ് അല്ല ഇരിക്കണേ. ഇത് കുത്താൻ എല്ലാം മാറ്റിയാ. പിന്നെ അതിന്റെ ഇരിക്കുന്നു കാറില്. ഈ കാറിൽ ഇതേ ഉള്ളൂ. ഇതേ ഉള്ളൂ പഴയ കാറില്. ഏതാ പുതിയ കാർ വന്നപ്പോഴാണ് അവര് മാറ്റിയത്. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് കേബിളും മാറ്റേണ്ട വരും. അതിപ്പോ ഞാൻ ഐഫോൺ വാങ്ങിച്ചപ്പോഴേ അവര് തന്നത്. ഇതൊക്കെ വരുന്നതൊക്കെ എങ്ങനെയാ? പിന്നെ പഴയതല്ല. ഇത് വൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഈ വൈറ്റും ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണോ? ഇത് ടൊയോട്ടക്കാർക്ക് അങ്ങനത്തെ ഡിസൈൻ ഉണ്ട്. പക്ഷെ വേറെ കാറുകാർക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കുറവായിരുന്നാലും കുഴപ്പമില്ല നമുക്ക്. ഏതാ
ഇതെല്ലാം കുറവാണ്. ഇതല്ലെങ്കിൽ കുറവുള്ള ഹൈബ്രിഡ് വേണ്ടേ? എനിക്ക് അത്ര വേണ്ട. ഇതെത്ര ആ മൈലേജ് കിട്ടും? എന്റെ മൈലേജ് ഇത് സെയിം കിട്ടും. അല്ലേ? ആ പക്ഷെ ഹൈബ്രിഡ് ഓടിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഞാൻ പേഴ്സണലി ചേട്ടന് പറ്റിയത് ഹൈബ്രിഡ് മറ്റേ പ്രിയസ്. അന്ന് ഇത് മതിയോ? 40 കിട്ടും. അത് സാധാരണ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ട് ഇത് 40 ഓടും. അത് നല്ല ലാഭമല്ല. 2000 ഒന്നും കുറയ്ക്കാൻ പറ്റില്ല ചേട്ടാ. ഇത് കളി വേറെയാണ്. ഇല്ല അത് ചോദിച്ചോക്കാം. എന്ത് വേണേലും ചോദിക്കാം. പക്ഷെ നടക്കുന്നു തോന്നണല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, സൈഡ് റിപ്പീറ്റർ. ആണോ? 40 കിട്ടും സിറ്റിയില്, 31. ക്രോസിൽ ഭയങ്കര കുറവാണ് മൈലേജ്. 26 കിട്ടും.